ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തത്? ലാസ്റ്റില് യെസ്, we already completed the features of Riku Veda and moved to the topic which the discovery of iron. അയണിന്റെ കണ്ടെത്തൽ, ഇരുമ്പിന്റെ കണ്ടെത്തൽ. പണ്ട് കോപ്പറേറ്റും അതുപോലെ തന്നെ ബ്രോൺസേറ്റും അവരെ ഉപയോഗിച്ചിരുന്നു. എവരെ? ആദ്യകാല മനുഷ്യർ ഉപയോഗിച്ചതിൽ നിന്നും they were developed and make over another metal, that is iron. ഇരുമ്പ് അവർ കണ്ടെത്തിയതോടെ അവർക്ക് ഫോറസ്റ്റ് നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ കഴിയുകയും അതുപോലെ തന്നെ ഗംഗാ സമതലത്തെ നല്ല രൂപത്തിൽ അവർക്ക് അഗ്രികൾച്ചർ, കൾട്ടിവേഷൻ, കൃഷി ചെയ്യാൻ ഉപകാരപ്പെടുകയും ചെയ്തു. ഗംഗാ സമതലത്തില് നല്ല രീതിയിൽ ഹെവി റെയിൻഫോൾ കിട്ടുന്ന ഏരിയയാണ്. അതുപോലെ തന്നെ നല്ല രൂപത്തിലുള്ള ഫെർട്ടിലൈസ്ഡ് സോയിലാണ്, നല്ല മണ്ണാണ്. ഇതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീവിയസ് ക്ലാസ് we already discussed in this subject. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് ലേറ്റർ വേദിക്കിലേക്ക് കടക്കാം. ഈ അയേണിന്റെ കണ്ടെത്തലോട് കൂടിയിട്ട് ആ ആര്യൻസ് വീണ്ടും ലേറ്റർ വേദിക്കിലേക്ക് കടക്കുകയാണ് ചെയ്തത്. ഏർലി വേദിക്കിൽ നിന്ന്, അതായത് ഋഗ് വേദിക് പീരിയഡിൽ നിന്ന് അവർ ലേറ്റർ വേദിക്കിലേക്ക് കടക്കുന്നു. ഈ ലേറ്റർ വേദിക് പീരിയഡില് ഉണ്ടാക്കിയിട്ടുള്ള എഴുതിയിട്ടുള്ള ടെക്സ്റ്റുകളാണ്, പുസ്തകങ്ങളാണ് ഏതെല്ലാം? സാമവേദ, യജുർവേദ, അഥർവവേദ. These three texts are written in the later Vedic period. Understand? അതാണ് സംഭവം. ഇനി നമുക്ക് ഇതിലെ ഫീച്ചേഴ്സുകൾ എന്തെല്ലാം നമുക്ക് പഠിക്കാം. നമ്മൾ പറഞ്ഞു ഋഗ് വേദിക് പീരിയഡിലെ പീപ്പിൾ they preferred cattle rearing as their main occupation. കാറ്റൽ റിയറിംഗ് ആയിരുന്നു, കന്നുകാലി വളർത്തലായിരുന്നു, കന്നുകാലി നോക്കലായിരുന്നു, മൃഗങ്ങളെ ഇണക്കി വളർത്തലായിരുന്നു, നോക്കലായിരുന്നു ഋഗ് വേദിക് പീരിയഡിലെ മനുഷ്യർ ചൂസ് ചെയ്തിരുന്ന, ആര്യൻസ് ചൂസ് ചെയ്തിരുന്ന ജോലി എന്ന് പറയുന്നത്. എന്നാലോ ലേറ്റർ വേദിക്കിൽ എത്തിയപ്പോഴോ ലേറ്റർ വേദിക്കിൽ they turned to agriculture as their main occupation, main job. അവരുടെ മൊത്തം ആര്യൻസിന്റെ ജോലി എന്ന് പറയുന്നത് കന്നുകാലി വളർത്തലിൽ നിന്ന്, കാറ്റൽ റിയറിംഗിൽ നിന്ന് മാറിയിട്ട് കൾട്ടിവേഷൻ, അഗ്രികൾച്ചറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡ്? What are the other features of later Vedic period? We discuss in this part. Okay? നോക്കൂ, നമ്മുടെ ടെക്സ്റ്റ് നോക്കൂ. The Gangetic Plain was rich in iron ore deposit. With the invention of iron, the people of the Gangetic Plain made harder weapons and implements with which they could easily clear the jungles. They used iron plough for tilling hard soil. Agriculture became the prime occupation. This period in which iron implements were used is known as Iron Age. എന്ന് പറഞ്ഞാല് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഇവര് അയൺ കണ്ടുപിടിച്ചു. ഗംഗാറ്റിക് പ്ലേറ്റില്, ഗംഗാ സമതലത്തില് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള മെറ്റൽ എന്ന് പറയുന്നത്, ആ സോയിൽ ഉണ്ടായിട്ടുള്ള മെറ്റൽ എന്ന് പറയുന്നത് അയൺ ആണെന്ന് അവർ കണ്ടുപിടിക്കുകയും അങ്ങനെ അയൺ എന്നുള്ളത്, ഇരുമ്പ് എന്നുള്ളതിനെ അവർ ടൂൾസ് ആയിട്ട് ഒരു ഉപകരണമാക്കിയിട്ട് ഉപയോഗിക്കുകയും ജംഗിളിനെ, കാടിനെ, മരങ്ങളെ, മറ്റു ചെടികളെ വെട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു അയൺ കൊണ്ടുള്ള ടൂൾസുകൾ, ഉപകരണങ്ങൾ അവര് ഉപയോഗിക്കുകയും ചെയ്തതോട് കൂടിയിട്ട് this age is known in the name of Iron Age. അയൺ യൂസ് ചെയ്തിരുന്ന കാലഘട്ടത്തെ നമ്മൾ അയൺ ഏജ് എന്ന് വിളിക്കുന്നു, ഇരുമ്പ് യുഗം എന്ന് വിളിക്കുന്നു. നമുക്കറിയാം ബ്രോൺസ് യൂസ് ചെയ്തിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താ പഠിച്ചത്? ബ്രോൺസ് ഏജ് എന്നാ പഠിച്ചത് അല്ലേ?
വെങ്കല യുഗം എന്നാണ് പഠിച്ചിട്ടുള്ളത്. Then ഇരുമ്പ് യൂസ് ചെയ്തിരുന്ന കാലത്തെ അയൺ ഏജ് എന്ന് വിളിക്കും. മനസ്സിലായോ വ്യത്യാസം? Later Vedic period they were iron age people. Later Vedicile അയൺ കൊണ്ടുള്ള ടൂൾസുകളായിരുന്നു ആളുകൾ യൂസ് ചെയ്തിരുന്നത്. ആര്യൻസ് യൂസ് ചെയ്തിരുന്നത്. സോ they are iron age people. അവര് ഇരുമ്പ് യുഗത്തിലെ മനുഷ്യരാണ്. മനസ്സിലായ? Let us discuss what are the impacts of shifting from cattle rearing to agriculture. എന്തെല്ലാം ഇമ്പാക്റ്റുകളാണ്, ഫലങ്ങളാണ്, റിസൾട്ടുകളാണ് ഒരു കാറ്റൽ റിയറിംഗിൽ നിന്ന്, കന്നുകാലി വളർത്തലിൽ നിന്ന് അഗ്രികൾച്ചറിലേക്ക്, കൃഷിയിലേക്ക് പോയപ്പോൾ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇമ്പാക്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ. Beginning of settled life, increase in agricultural production, exchange of surplus production. Firstly, അവർ സെറ്റിൽ ആയിട്ട് ജീവിക്കാൻ തുടങ്ങി. ഒരേ സ്ഥലത്ത് തന്നെ അവർ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി. സെറ്റിൽഡ് ലൈഫ്. പിന്നെ അഗ്രികൾച്ചറിൽ അവർക്ക് കൂടുതൽ ലാഭം കിട്ടി. കാറ്റൽ റിയറിംഗിനെക്കാട്ടും കന്നുകാലി വളർത്തലിനെക്കാട്ടും അവർക്ക് ലാഭം എന്തിനാണ് കിട്ടിയത്? അഗ്രികൾച്ചറിലാണ് കിട്ടിയത്. മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങള്? അതുകൊണ്ട് they chose agriculture as their main occupation. അതുകൊണ്ട് മാത്രമാണ് അവർ അഗ്രികൾച്ചർ എന്നത്, കൃഷി എന്നത് അവരവരുടെ മുഖ്യ ജോലിയായി തിരഞ്ഞെടുക്കാനുള്ള കാരണം. മാത്രമല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് what are the difference എന്ന് ചോദിക്കുമ്പോൾ what are the difference from Rigvedic to later Vedic periods? ഋഗ്വേദിക്കിൽ നിന്ന് ലേറ്റർ വേദിക്കിലേക്ക് മാറിയപ്പോൾ എന്തെല്ലാമായിരുന്നു വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് നമുക്ക് പറയാം, കാറ്റൽ റിയറിംഗിൽ നിന്ന് മാറിയിട്ട് അവർ എന്തായി? അഗ്രികൾച്ചർ യൂസ് ചെയ്തു. ബ്രോൺസിൽ നിന്നും കോപ്പറിൽ നിന്നും മാറിയിട്ട് അവർ എന്ത് യൂസ് ചെയ്തു? അയൺ യൂസ് ചെയ്തു. ഇതൊക്കെ ഡിഫറൻസ് ആണ്. മനസ്സിലായോ? പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋഗ്വേദിക്കില് അവര് മൺപാത്രങ്ങൾ, പോട്ടറി, earthenware ആണ് യൂസ് ചെയ്തിരുന്നത്. earthenware and turned to in the later Vedic period, Aryans they make grey color painted ware potteries. അവർ നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗ്രേ കളർ ആയിട്ടുള്ള പെയിന്റ് ചെയ്തിട്ടുള്ള പോട്ടറികൾ യൂസ് ചെയ്താൻ തുടങ്ങി ലേറ്റർ വേദിക്കിൽ എത്തിയപ്പോ. അതുപോലെ തന്നെ നമ്മൾ ഋഗ്വേദിക്കിൽ പല ഗോഡന്മാരുടെയും ഗോഡസ്സുമാരുടെയും പേര് പറഞ്ഞിരുന്നു. ഇന്ദ്ര, വരുണ, അഗ്നി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ഓർമ്മയില്ലേ? ഇതിൽ നിന്ന്, ഈ ഒരു കൺസെപ്റ്റിൽ നിന്നും ലേറ്റർ വേദിക്ക് എത്തിയപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചു. എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? ആ ഒരു ഗോഡസ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് തന്നെ യാഗ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് എത്തി. യാഗങ്ങള്, ഹോമങ്ങളൊക്കെ തുടങ്ങാൻ കഴിയും. കണ്ടിട്ടില്ലേ നിങ്ങള്? ഇഷ്ടികൊക്കെ വെച്ചിട്ട് യാഗങ്ങൾ ചെയ്യും. യാഗങ്ങൾ, ഓരോരോ ഹോമങ്ങളൊക്കെ തുടങ്ങുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണെന്നറിയോ? ലേറ്റർ വേദിക് പീരീഡിൽ നിന്നാണ്. അതുവരെ ഗോഡ് അങ്ങനത്തെ കൺസെപ്റ്റുകളായിരുന്നു. പലതിനെയും അവർ ആശ്രയിക്കുകയായിരുന്നു. അതാണ് ഞങ്ങളുടെ ദൈവം എന്നവര് വരുത്തി തീർക്കുകയായിരുന്നു. In the later Vedic period, they gave importance to yagas and homas. ഹോമങ്ങൾക്കും യാഗങ്ങൾക്കും ഒക്കെ ഇമ്പോർട്ടന്റ് കൊടുത്തു. മാത്രമല്ല the four varna system emerged. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോഴും നിലനിൽക്കുന്ന, ഇപ്പോഴും ചില സ്ഥലങ്ങളില് അതിശക്തമായിട്ട് നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥ, കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ, കാസ്റ്റ് സിസ്റ്റം. ചാതുർവർണ്ണ, ചാതുർവർണ്ണ 4, ചാതുർവർണ്ണ 4 വർണ്ണങ്ങൾ, ചാതുർവർണ്ണ സിസ്റ്റം that prevailed in later Vedic period, that started in later Vedic period. വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ, നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ ഒരു കാസ്റ്റിന്റെ, ജാതിയുടെ അടിസ്ഥാനത്തിൽ 4 ജാതിയായിട്ട് ആര്യൻസ്, ലേറ്റർ ആര്യൻസ് അവരെ തിരിച്ചു, ജനങ്ങളെ തിരിച്ചു. ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, വൈശ്യ,
Shudras. Brahmins, they were the high elite people. അവരായിരുന്നു ഏറ്റവും വലിയ സമ്പന്നരും, അവരായിരുന്നു ഏറ്റവും വലിയ യജമാനന്മാരും മുതലാളിമാരും. അവർക്ക് തൊട്ടു താഴെ ക്ഷത്രിയാസ് എന്ന് പറഞ്ഞാല് പ്രധാനമായിട്ടും യുദ്ധങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ക്ഷത്രിയ രക്തമാണെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതന്നെ, എന്താണ്, യുദ്ധങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന വലിയ വലിയ വാര്യന്മാരായിരുന്നു ക്ഷത്രിയാസ്. അവർക്ക് തൊട്ടു താഴെ വൈശ്യാസ്, they were traders, അവർ കച്ചവടക്കാരായിരുന്നു. ഈ ക്ഷത്രിയാസിനെയും വൈശ്യരെ കണ്ടൂടാ, ഈ ബ്രാഹ്മിൻസിനെയും ക്ഷത്രിയാസിനെയും ബാക്കിയുള്ള ആളുകളെയും കണ്ടൂടാ. they were lower caste, അവര് താഴ്ന്ന വർഗക്കാരാണ്. ഏറ്റവും അടിയിലുള്ള അവസ്ഥയോ, ശൂദ്രാസിന്റെ അവസ്ഥയോ, അവർ അടിമകളെ പോലെ പണിയെടുക്കുന്ന മനുഷ്യരായിരുന്നു. നമ്മളെ പോലുള്ള ഇളക്കുന്ന ചോരയുള്ള അടിമകളായിരുന്നു ആര്? ശൂദ്രാസ് എന്ന് പറയുന്നത്. ചാതുർവർണ്ണ, ബ്രാഹ്മൺ, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ് എന്ന് പറയുന്ന ചാതുർവർണ്ണ 4 വർണ്ണ വ്യവസ്ഥകള് സ്റ്റാർട്ട് ചെയ്ത കാലമായിരുന്നു ലേറ്റർ വേദിക് പീരിയഡ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ടാബിൾ നോക്കൂ. ഈ ടാബിളിൽ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഫീച്ചേഴ്സ് ലേറ്റർ വേദിക്കിന്റേതാണോ ഋഗ് വേദിക്കിന്റേതാണോ എന്ന് നിങ്ങൾ പറയണം. മനസ്സിലായോ? നോക്കൂ, ഇവിടെ കുറച്ച് ഫീച്ചേഴ്സ്, സ്വഭാവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഋഗ് വേദിക്കിൻ്റെതാണോ ലേറ്റർ വേദിക്കിൻ്റെതാണോ എന്ന് നമ്മൾ എഴുതണം. നോക്കൂ, അഗ്രികൾച്ചർ ബിക്കേം ദ ചീഫ് ഓക്യുപ്പേഷൻ. അഗ്രികൾച്ചർ എന്ന് പറയുന്നത്, കൃഷി എന്ന് പറയുന്നതായിരുന്നു ജോലി. ആർതാണ്? ലേറ്റർ വേദിക്. രണ്ടാമത്തത് യാഗാസ് ബിക്കേം പ്രിവലന്റ്. അതും ലേറ്റർ വേദിക്. മൂന്നാമത്തതോ അയൺ ടൂൾസ് ആൻഡ് ഇംപ്ലിമെന്റ്സ് വർ യൂസ്ഡ്. അതും ലേറ്റർ വേദിക്കിൻ്റെത്. നാലാമത്തതോ കാറ്റൽ റിയറിംഗ് വാസ് ദ മെയിൻ ഓക്യുപ്പേഷൻ. കാറ്റൽ റിയറിംഗ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലി. അതായിരുന്നാണ് ഋഗ്വേദ. പിന്നെ ബിഗൻ സെറ്റിൽഡ് ലൈഫ്, സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി. അത് ലേറ്റർ വേദ അല്ലേ? അവരല്ലേ അഗ്രികൾച്ചർ തുടങ്ങിയത്, അപ്പോൾ അത് ലേറ്റർ വേദ. പിന്നെതോ ഗോഡ്സ് ലൈക്ക് ഇന്ദ്ര, വരുണ വർ വർഷിപ്ഡ്. ഇന്ദ്രനെയും വരുണനെയും ആരാധിച്ചിരുന്ന ആൾക്കാർ ആരാണ്? ഋഗ്വേദയാണോ ലേറ്റർ വേദിക്കാണോ? അതെ, ഋഗ്വേദിക്. പിന്നെ പെയിന്റഡ് ഗ്രേവെയർ വാസ് യൂസ്ഡ്. ആരായിരുന്നു പെയിന്റ് ചെയ്തിട്ടുള്ള പോട്ടറികൾ, മൺപാത്രങ്ങൾ യൂസ് ചെയ്തത്? ലേറ്റർ വേദിക്. അപ്പൊ ഇതാണ് ഋഗ്വേദിക് ആണോ ലേറ്റർ വേദിക് ആണോ? ആര്യൻസ് എന്ന് പറയുന്ന ആളുകൾ അയൺ ഏജ് ആണ്. അവർ അയൺ ആണ്, അവർ ഇരുമ്പാണ് യൂസ് ചെയ്തിരുന്നത് ടൂൾസ് ആയിട്ട്, ഉപകരണങ്ങളായിട്ട്. ഈ അയൺ ഏജ് സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞത് മുകളില് ആര്യൻസ് ഒക്കെ അവിടെയാണ്. സൗത്ത് ഇന്ത്യ പറയുമ്പോൾ എന്താണ്? ഏറ്റവും താഴെ ഭാഗങ്ങളില് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരള, കർണാടക, ഈ ഭാഗങ്ങൾ. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, കേരള, ഈ ഭാഗങ്ങളൊക്കെയാണ് സൗത്ത് ഇന്ത്യ വരുന്നത്. ഇന്ത്യയുടെ സൗത്ത് ഭാഗത്തുള്ള പ്രദേശങ്ങള്. മനസ്സിലാവുന്നുണ്ടോ? ഈ സൗത്ത് ഭാഗത്തുള്ള അയൺ ഏജിനെ ഒരു പേര് പറയുന്നുണ്ട്, മെഗാലിത്തിക് പീരിയഡ്. മെഗാലിത്തിക് പീരിയഡ് ഇൻ ആൻഷ്യന്റ് തമിഴകം. തമിഴകം എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ സൗത്ത് ഇന്ത്യ. മനസ്സിലായോ? തമിഴകം ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരള അടങ്ങുന്ന ഈ പ്രദേശങ്ങളെ പറഞ്ഞിരുന്ന പേരാണ് ഇന്നത്തെ സൗത്ത് ഇന്ത്യ, അന്നത്തെ തമിഴകം. ആൻഷ്യന്റ് തമിഴകം. അപ്പൊ നമ്മുടെ കേരളം അടങ്ങുന്ന ആൻഷ്യന്റ് തമിഴകം
അയേൺ ഇരുമ്പ് യൂസ് ചെയ്തിരുന്നു. ആ കാലഘട്ടത്തെ മെഗാലിത്തിക് പീരിയഡ് എന്ന് പറഞ്ഞു. എന്താ മെഗാ എന്നതിന്റെ അർത്ഥം? മെഗാ ഓഫർ, വലിയ ഓഫർ. അപ്പൊ മെഗാ ലിത്ത്, ലിത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കല്ല്, ലിത്ത്. സ്റ്റോണേജ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ലിത്ത് മീൻസ് കല്ല്. അപ്പൊ മെഗാ ലിത്തിക് എന്ന് പറയുമ്പോഴോ ബിഗ് സ്റ്റോൺ ഏജ്. എന്തുകൊണ്ടാണ് അയൺ ഏജ് ഇൻ സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ അയൺ ഏജ് ഇൻ തമിഴകം ഈസ് കാൾഡ് മെഗാലിത്തിക് പീരിയഡ്? എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചിരുന്നത്, മെഗാലിത്തിക് പീരിയഡ് എന്ന് വിളിച്ചിരുന്നത്? യെസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ആ മുടക്കല്ല്, തൊപ്പിക്കല്ല് ഒക്കെ ഓർമ്മയുണ്ടോ? These are the megalithic. These are the ruins of megalithic. ഇത് അന്നത്തെ ജനങ്ങൾ, മെഗാലിത്തിക് പീപ്പിളുടെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു സംസ്കാരമാണ്, കൾച്ചറാണ്. പ്രധാനമായിട്ടും ഈ ഒരു അംബ്രല്ല സ്റ്റോണ്, തൊപ്പിക്കല്ല് എന്നൊക്കെ പറയുന്നത് അവരുടെ ബറിയൽ സിസ്റ്റമാണ്, അവരുടെ ഖബറടക്ക ശവ സംസ്കാര രീതിയാണ്. എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളൊക്കെ മരിക്കുക, നമ്മൾ ആൻഷ്യന്റ് തമിഴകത്തിലുള്ളവര് അല്ലെങ്കിൽ നമ്മള് പണ്ടത്തെ കേരളത്തിലാണ്, സൗത്ത് ഇന്ത്യയിലുള്ളവരാണെങ്കിൽ ആൻഷ്യന്റ് തമിഴകം, മെഗാലിത്തിക് പീരിയഡ്, ആൻഷ്യന്റ് തമിഴകം, സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യന്റെ സൗത്തുള്ള ഭാഗത്തെ, സൗത്ത് ഇന്ത്യ, അത് പണ്ടായപ്പോൾ ആൻഷ്യന്റ് തമിഴകം. ഈ ആൻഷ്യന്റ് തമിഴകത്തിലുള്ളവര് ജനങ്ങള് അയേണ്, ഇരുമ്പ് യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ട് this period is called Iron Age. ഈ അയേൺ ഏജിനെ മറ്റൊരു പേരിലും അറിയപ്പെടും മെഗാലിത്തിക് പീരിയഡ്. So they were used mega stones. അവർ വലിയ കല്ലുകൾ യൂസ് ചെയ്തിരുന്നതിനാലാണ് മെഗാലിത്തിക് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആണ് കുടക്കല്ല്, തൊപ്പിക്കല്ല്. അവർ മരിക്കുമ്പോൾ അല്ലെങ്കിൽ വാർദ്ധക്യം വന്ന് മരണ സാഹചര്യം എത്തുമ്പോൾ വലിയൊരു കുഴി കുഴിച്ചിട്ട് അതില് മരിച്ച ശവത്തെ അതിലിറക്കുകയും മുകളിൽ ഇങ്ങനെയുള്ള തൊപ്പിക്കല്ല്, കുടക്കല്ല് രൂപത്തിലുള്ള വലിയ മെഗാലിത്ത്, വലിയ സ്റ്റോണുകള് വെക്കുകയും ചെയ്തു. ഏത് കാലത്തുള്ളവര്? ആൻഷ്യന്റ് തമിഴകത്തിലുള്ള ഒരു പഴയ തമിഴകം, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരളത്തിലൊക്കെ ഉള്ളവര്. So the people also called megalithic people. Understand? ഇനി മെഗാലിത്തിക് പീപ്പിളിന്റെ അല്ലെങ്കിൽ അയൺ ഏജ് ഇൻ സൗത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യയിലെ അയൺ ഏജിൽ ഉള്ള ജനങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, നമ്മളിപ്പോ അയേണിയായി വന്ന മാറ്റങ്ങളല്ലേ പറയുന്നത്. നോർത്ത് ഇന്ത്യയിലുള്ള ജനങ്ങളാണ് ആര്യൻസ്. ഗംഗാറ്റിക് പ്ലെയിനിലല്ലേ ഉണ്ടായിരുന്നത്, നോർത്ത് ഇന്ത്യ മുകളില്. അപ്പൊ നമ്മൾ സൗത്തും കൂടെ ഒന്ന് പഠിക്കണ്ടോ? അയൺ ഏജ്, സൗത്ത് ഇന്ത്യയിലെ അയൺ ഏജ് എങ്ങനെയാണെന്ന്, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് പാർട്ടിൽ പഠിക്കാം കേട്ടോ.